അല്ലേ നോക്കട്ടെ മോൻ നമുക്ക് സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ട്. അന്വേഷിച്ചു. നമ്മുടെ ഹെൽത്ത് ഓഫീസർ കൂടി ഉണ്ടായിരുന്നു ഡോക്ടർ മുനവർ. നമ്മൾ വിളിച്ച് അന്വേഷിച്ചു. അവർക്ക് എല്ലാ സംവിധാനമുണ്ട്. പേടിക്കേണ്ട എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ബീന ഫിലിപ്പ് സംസാരിക്കുകയായിരുന്നു. എന്തായാലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മേയറും ഒക്കെ പറയുന്നത് പേടിക്കാനുള്ള കാര്യങ്ങളില്ലെന്നാണ്. കാരണം അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ പഴക്കം ചെന്ന ബിൽഡിങ്ങൊന്നും നല്ലത് വളരെ പുതുതായി നിർമ്മിച്ച് അടുത്ത് ഉദ്ഘാടനം ചെയ്ത ഒന്നിനകത്ത് ഇതുപോലെയുള്ളൊരു അപകടം ഉണ്ടാകുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട്. രോഗികളാണ്, ഓടാൻ കഴിയാത്തവരാണ്. എന്തെങ്കിലും അത്യാഹിതം ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇതൊരു വലിയ സംഭവമായി നമ്മൾ കാണണം. ഗൗരവമുള്ളൊരു സംഭവമായി നമ്മളിതിനെ കാണണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ഉണ്ടാകണം എന്നാണ് പാർട്ടിക്ക് അഭിപ്രായപ്പെടാൻ. ഒരു വ്യക്തതയും കിട്ടിയിട്ടില്ല. ഇടയ്ക്കോട്ട് മാറ്റി എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയും കിട്ടിയില്ല. കുറേ സ്വകാര്യ ആശുപത്രികളിലേക്കും അതുപോലെ ബീച്ച് ആശുപത്രിയിലേക്കും പോയി എന്ന് പറഞ്ഞു. എന്തായിരുന്നാലും സന്നദ്ധ പ്രവർത്തകന്മാരും അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും എല്ലാവരും കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ടാണ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നത് ഏറ്റവും ഒരു അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു കൂട്ടായ്മയിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അക്കാര്യത്തിൽ നമ്മൾ മാതൃകയായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും പറയാവുന്നതാണ്. ഭാഗ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ തീപിടുത്തത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. രോഗികളെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു. തീ നിയന്ത്രണ വിധേയമാക്കി. ആളപായമൊന്നും ഉണ്ടായില്ല. മാത്രമല്ല പുക ചുരുൾ ഉണ്ടായി. പുക കാരണം അവിടെ രോഗികൾക്ക് ശ്വാസമുട്ടലുണ്ടായി. രോഗികളെ പൂർണ്ണമായി അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. UPS സൂക്ഷിച്ച റൂമിൽ നിന്നുണ്ടായ തീപിടുത്തമാണ് കാര്യങ്ങൾ കുഴപ്പത്തിലാക്കിയത്. ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക നിഗമനം.